2 മണിക്കൂർ 4 മിനിറ്റ് 31 സെക്കൻഡത്തേക്ക് ചിരിച്ചിരിക്കാനുള്ള ഉണ്ട്. അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ നമ്മളെ ചിരിപ്പിക്കുന്ന സെക്കൻഡ് ഹാഫാണ്. സുരാജും ഷറഫുദ്ദീനും. അതിൽ തന്നെ അരുൺ പ്രദീപ് എന്തുകൊണ്ടോ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കഥാപാത്രം മാത്രമാണ് ഇതിനകത്ത് അരോചകമായിട്ട് തോന്നിയത്. പിന്നെ കൺസെപ്റ്റും അടിപൊളിയാണ്. ആ ഒരു ട്രെയിലറിൽ കണ്ടതൊന്നുമല്ല, അതിനെക്കാളും ഉണ്ട്, അടിപൊളിയാണ്. തുടക്കം തൊട്ട് അവസാനം വരെ ചിരി, ഒരു സീരിയസ് മൂഡോ അങ്ങനെയൊന്നുമില്ല, മൊത്തം ചിരിക്കുക, ചിരി 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 തന്നെ പടം. ഡയറക്ടർ ആക്ച്വലി എൻ്റെ സീനിയറാണ് ആക്ച്വലി, അതുകൊണ്ട് ഞാൻ പറയുകയാണ് അടിപൊളി പടമാണ്, സൂപ്പർ. അല്ല 2 മണിക്കൂർ കോമഡി അല്ല, പക്ഷേ അത്യാവശ്യം നല്ല കോമഡി ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. പിന്നെ ചിരിക്കാനുണ്ടായിരുന്നു. ഷറഫുദ്ദീൻ തന്നെ. ചിരിക്കാൻ വേണ്ടി മാത്രം തിയേറ്ററിൽ കയറുക, നല്ലൊരു പടമായിരുന്നു. എന്ന് വെച്ചാൽ ഷറഫുദ്ദീൻ ആയാലും ഇപ്പം ജിംഖാനയിൽ അഭിനയിച്ച അവനായാലും പിന്നെ സുരാജൊക്കെ എൻ്റെ മോനെ കുറേ നാളായി ഇങ്ങനത്തെ സുരാജിനെ കണ്ടിട്ട്. എന്ന് വെച്ചാൽ മൊത്തം ഒരു എൻ്റർടൈൻമെൻറ്റ് പടം. തുടക്കം തൊട്ട് അവസാനം വരെ ചിരി, ഒരു സീരിയസ് മൂഡോ അങ്ങനെയൊന്നുമില്ല, മൊത്തം ചിരിക്കുക, ചിരി 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 തന്നെ പടം. സുരാജും ഷറഫുദ്ദീനും കൊള്ളാം. പടം സൂപ്പർ ആയിരുന്നു. പടം നല്ല അടിപൊളിയാ. അതിൻ്റെ അകത്ത് മറ്റേ ഫാലിമയിലെ സന്ദീപ് ഉണ്ടല്ലോ, പുള്ളിക്കാരൻ നന്നായിട്ടാണ് ചെയ്തേക്കുന്നത്. അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ നമ്മളെ ചിരിപ്പിക്കുന്ന സെക്കൻഡ് ഹാഫാണ്. സുരാജും ഷറഫുദ്ദീനും നല്ല സിനിമയായിരുന്നു. പഴയ കോമഡി സത്യം. ഷറഫുദ്ദീൻ്റെയും പഴയ കോമഡിയാണ്. ഞാൻ ഇനി മിക്കവാറും കാണും ഒന്നും കൂടെ. എനിക്ക് ഷറഫുദ്ദീൻ. 2 മണിക്കൂർ 4 മിനിറ്റ് 31 സെക്കൻഡത്തേക്ക് ചിരിച്ചിരിക്കാനുള്ള ഉണ്ട്. സുരാജേട്ടനും കൊള്ളായിരുന്നു. അടിപൊളി പടം. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ഫ്രണ്ട്സുമായിട്ട് വന്ന് കണ്ട് ചിരിക്കാൻ പറ്റിയ അടിപൊളി പടമാണ്. പെർഫോമൻസ് വൈസ് ആയാലും സുരാജും ഷറഫുദ്ദീനും പിന്നെ മെയിൻ ക്യാരക്ടർ സന്ദീപ് എന്ന് പറഞ്ഞ ആളും അടിപൊളി ആക്ടിങ് പെർഫോമൻസും BGMഉം എല്ലാം അടിപൊളിയാണ്. തിയേറ്ററിൽ തന്നെ വന്നതാണ്. 2 മണിക്കൂർ ഫുൾ ചിരിച്ചും പിന്നെ കൺസെപ്റ്റും അടിപൊളിയാണ്. ആ ട്രെയിലറിൽ കണ്ടതൊന്നുമല്ല, അതിനെക്കാളും ഉണ്ട്, അടിപൊളിയാണ്. ചിരിക്കാനൊക്കെ ഉള്ളതാണ്. പിന്നെ കഥയും അടിപൊളി, സ്റ്റോറി ഒരു രക്ഷയില്ല, ഡിഫറെൻറ്റ് സ്റ്റോറിയാണ്, നമ്മളിതുവരെ കാണാത്ത ടൈപ്പ് ഒരു സ്റ്റോറിയാണ്. പിന്നെ ആക്ടേഴ്സ് എല്ലാം നൈസ്, സൂപ്പർബായിട്ട് എക്സിക്യൂഷൻ ഇതിനുണ്ട്. അതേപോലെ പിന്നെ ഡയറക്ഷൻ കൊള്ളാം, നൈസ്, ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഒരു ജോണറിലെ സ്റ്റോറി ടെല്ലിങ്ങും അതേപോലെ ഒരു ട്രീറ്റ്മെൻറ്റൊക്കെയാണ്. പിന്നെ അതുപോലെ മ്യൂസിക്കും അടിപൊളിയാണ്. എല്ലാം എനിക്കൊന്ന് അടിപൊളിയാണ്, ഹിറ്റാവും. സൂപ്പർ മൂവിയാണ്. ഡയറക്ഷൻ നൈസ്, അടിപൊളി. ഡയറക്ടറിൻ്റെ ഫസ്റ്റ് മൂവിയാണ്, നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ സുരാജ് ആയാലും വിജയ് ബാബു ആയാലും പിന്നെ ഡെബ്യൂ ആക്ടർ നടൻ പയ്യനായാലും നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. കഥയും നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്, നമ്മൾ ഭയങ്കര എൻഗേജിങ് ആയിട്ട് അവിടെ നിർത്തുന്ന ഒരു കഥയാണ്. അതുകൊണ്ട് ഒരിക്കലും ബോറടിക്കത്തില്ല, നല്ല രീതിയിൽ പോകും പടം. എല്ലാവരും പോയി കാണാൻ ആക്ച്വലി നല്ല പടമാണ്. ഫയർ എന്ന് വെച്ചാൽ തുടക്കം തൊട്ട് അവസാനം വരെ ഫുൾ ഫൺ എൻ്റർടൈനറാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സാധനമാണ്. പിന്നെ സുരാജ് കാസ്റ്റ് ഫുൾ ഇതുവരെ ഫ്രഷ്, അടിപൊളി, സൂപ്പർ പടം. ഫുൾ ചിരി, തുടക്കം തൊട്ട് അവസാനം വരെ ചിരി, ഒരു സമയം പോലും ലാഗില്ല, അടിപൊളി പടം. സുരാജ് ആണ് പടത്തിൻ്റെ സോൾ. പിന്നെ നായകനായിട്ട് അഭിനയിച്ച പയ്യൻ, ഫുൾ കാസ്റ്റ് അടിപൊളി, ഒന്നും പറയാനില്ല. ഷറഫുദ്ദീൻ ബെസ്റ്റ് പെർഫോമൻസ്, അടിപൊളി. നല്ല പടമാണ്. ഫാമിലി പടം, നല്ല പടം, അടിപൊളി അഭിനയം, കോമഡി കിട്ടി. അടിപൊളി പടം കേട്ടോ, മിസ്സാക്കരുത് ഉറപ്പായിട്ടും. ഡയറക്ടർ ആക്ച്വലി എൻ്റെ സീനിയറാണ് ആക്ച്വലി, അതുകൊണ്ട് ഞാൻ പറയുകയാണ് അടിപൊളി പടമാണ്, സൂപ്പർ. ഞാൻ അതുകൊണ്ട് മാത്രമല്ല, ഞാൻ ആക്ച്വലി പ്രത്യേക ഒരു സ്പെഷ്യൽ ജോണറിലാണ് പടം ചെയ്തിരിക്കുന്നത്. അടിപൊളി ഫാൻറ്റസിയാണ്, നിങ്ങൾ എന്തായാലും പോയി കണ്ടിരിക്കണം. മലയാള സിനിമയിൽ വെറൈറ്റി സബ്ജക്റ്റാണ്. ഓക്കെ, ഡെഫിനറ്റ്ലി മസ്റ്റ് വാച്ച്. 2 മണിക്കൂർ ചിരിക്കാനുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. നല്ല ആ സിനിമയുടെ 2 മണിക്കൂർ പോണതേ അറിയില്ല, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും പോയി കാണണം. ഡയറക്ഷനൊക്കെ അടിപൊളിയാണ്. ആക്ടിംഗ് ആണെങ്കിലും സുരാജേട്ടനാണെങ്കിലും ഷറഫുദ്ദീൻ ആണെങ്കിലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ 4 പിള്ളേരും. ഓക്കെ, അടിപൊളി മൂവിയാണ്. നമ്മളെ ഡയറക്ടറിൻ്റെ ഫസ്റ്റ് പടമാണെന്ന് തോന്നുന്നു. പുള്ളി അടിപൊളിയായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. സ്ക്രിപ്റ്റും ഇച്ചിരി ഒരു കോംപ്ലിക്കേറ്റഡ് ഒരു ഫാൻറ്റസി ടച്ചും അങ്ങനത്തെ എലമെൻറ്റ്സ് ഉള്ള ഒരു പടമാണ്. പക്ഷേ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അഭിനയം എല്ലാം കിട്ടുന്നവരും. തീർച്ചയായിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അത്രയും ചിൽ മൂഡിൽ കണ്ട് എൻജോയ് ചെയ്ത് പറ്റി ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു സിനിമയാണ്. എക്സൈറ്റഡ് ആണ് നല്ലതായിട്ട്. നമ്മൾ വിചാരിച്ച പോലെ തന്നെയാണ്. കാരണം ഈ ക്യാരക്ടേഴ്സ് തന്നെയാണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. അവരുടെ ആ ക്യാരക്ടർ അതുപോലെ തന്നെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിൽ കണ്ടതിൽ ഒരു എന്താ പറയുക, കൊടുത്ത കാശ് മുതലെന്നൊരു ഫീലുണ്ട്. പിന്നെ ഒരു തവണ കാണാൻ കൊള്ളാമെന്നുള്ളൊരു മൂവിയാണ്, ഒരു നല്ല കോമഡി മൂവി. 2 മണിക്കൂറിൽ നമ്മൾ ഓർത്തിരിക്കാനുള്ള കഥയുണ്ട്. എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. ഇതൊരു വ്യത്യസ്ത ജോണറിലുള്ള ഒരു സിനിമയാണ്. മലയാളത്തിൽ അങ്ങനെ അധികം എക്സ്പെരിമെൻറ്റ് ചെയ്യാത്തത്. പക്ഷേ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ നമ്മൾ ധാരാളം ഇങ്ങനെ കണ്ടിട്ടുണ്ട്. കുറച്ചൊരു സൂപ്പർ നാച്ചുറൽ എലിമെൻറ്റ്സ്, ഒരു പവർ ഒരു ഇത് വരുന്നതും അതുപോലെ തന്നെ ബോഡി സ്വാപ്പ് പോലുള്ള കാര്യങ്ങൾ വരുന്നതുമാണ്. അപ്പോൾ പറയുമ്പോഴത്തേക്കും ചേട്ടാ ഇതെൻ്റെ ബോഡിയാണ്, നിൻ്റെ ബോഡി, ഇങ്ങനത്തെ രീതിയിലുള്ള ധാരാളം തമാശകളും കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ വന്നു പോകുന്നുണ്ട്. സിനിമ തുടക്കം മുതൽ അവസാനം വരെ എൻഗേജ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ഒരിക്കൽ പോലും അത് മുഷിപ്പിച്ചില്ല. പിന്നെ തുടക്കത്തിൽ കുറച്ച് നുറുങ്ങ് തമാശകളൊന്നും ഓക്കെ എനിക്കെന്തോ വർക്കൗട്ടായില്ല. പക്ഷേ അതിനുശേഷം പിന്നെ അങ്ങ് സിനിമയുടെ ഗ്രാഫ് ഇങ്ങനെ ഒരു സ്റ്റഡിലി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എടുത്തു പറയേണ്ട ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേര് ഇതിനകത്ത് മുഴുനീള കഥാപാത്രം ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് എടുത്തു പറയേണ്ടതായിട്ട് തോന്നിയത് സന്ദീപ് പ്രദീപും അതുപോലെ തന്നെ ഷറഫുദ്ദീൻ
പിന്നെ സുരാജ് വെഞ്ഞാറമൂട് ഒബ്വിയസ്ലി അദ്ദേഹം മികച്ച ഇതാക്കും. പക്ഷേ മറ്റ് രണ്ടുപേരും എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു എന്താ പറയുക എബോവ് ആയിട്ട് നിൽക്കുന്ന ഒരു പെർഫോമൻസാണ് അവിടെ രണ്ടുപേരുടെ ഭാഗത്തു നിന്ന് വന്നത്. പിന്നെ അതുപോലെ തന്നെ യൂട്യൂബറായിട്ടുള്ള ഒരു എനിക്ക് മറ്റൊരാളുടെ കാരണം യൂട്യൂബറായിട്ടുള്ള രണ്ടുപേര് മീൻസ് അവർക്ക് സിനിമകളൊന്നും എനിക്ക് പെട്ടെന്ന് പേര് ഓർമ്മ വരുന്നില്ല. അതിൽ തന്നെ അരുൺ പ്രദീപ് എന്തുകൊണ്ടോ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കഥാപാത്രം മാത്രമാണ് ഇതിനകത്ത് അരോചകമായിട്ട് തോന്നിയത്. കാരണം പുള്ളി ഷോർട്സിൽ എന്താണ് ചെയ്യുന്നത് ആ സെയിം എക്സ്പ്രഷൻ തന്നെയായിരുന്നു ഇതിനകത്ത് ഇട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ പുള്ളീനെ ഒരു 3-4 വർഷമായിട്ട് കണ്ടുകൊണ്ട് ഓൺലൈനിൽ കണ്ട് നമ്മൾ ശീലിച്ച ആ ഒരു സെയിം സംഭവമായിരുന്നു ഇതിനകത്ത് വന്നത്. പിന്നെ മറ്റ് രണ്ടുപേരും ഈ ഒരു 4 സ്റ്റുഡൻസിൻ്റെ ഒരു ഗ്യാങ്ങാണ് വരുന്നത്. മറ്റ് രണ്ടുപേരും നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. അങ്ങനെ ആകെ മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യത്യസ്ത ജോണറിൽ നമ്മൾ ചുമ്മാ ആവശ്യമില്ലാത്ത മീൻസ് ഒരു എന്താ പറയുക അൾട്രാ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു സിനിമകളൊക്കെ അതൊക്കെ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു ഫൺ മോഡിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്.